ക്രിസ്തുവിന്റെ വേദന. നെഞ്ചോട് ചേർത്തവരിൽ ഒരുവൻ ഒറ്റുകൊടുക്കുമെന്ന് മുന്നേ അറിയുക എത്ര വേദനാജനകമാണത്. സ്നേഹം കൊണ്ട് തോറ്റുപോയ ഒരു അധ്യാപകനായിരുന്നു യേശു. യൂദാസ് യഥാർത്ഥത്തിൽ ആരാണ്, എന്താണെന്ന് മറ്റ് ശിഷ്യന്മാർ ആ ഭക്ഷണനേരം അറിഞ്ഞിരുന്നെങ്കിൽ ജീവനോടെ അയാൾ പുറത്തേക്ക് പോകുമായിരുന്നില്ല. പണസഞ്ചി എപ്പോഴും അവന്റെ കയ്യിലായിരുന്നു. എപ്പോഴും കപടതയുടെ വേഷം ധരിച്ച് വലിയ സ്നേഹവും കൂറും പുറമേ കാണിച്ച് എല്ലാവരെയും അവൻ വഞ്ചിച്ചു, യേശുവിനെ ഒഴികെ. എന്നിട്ടും അവിടുന്ന് അത് സഹിച്ചു. ദൈവസ്നേഹം അങ്ങനെയാണ്. മുള്ളുകൊണ്ട് ആഴത്തിൽ കുത്തുന്ന വേദനയിലും ദൈവം അത് സഹിക്കും. മനുഷ്യന്റെ സ്വാതന്ത്ര്യവും സന്തോഷവും ദൈവത്തിന് അത്ര വലുതാണ്. യേശു യൂദാസിനോട് പറയുന്നു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ഗുരു എല്ലാം അറിയുന്നുവെന്ന് ശിഷ്യൻ അറിഞ്ഞിട്ടും തിന്മ ചെയ്യാനുള്ള അവന്റെ പ്രേരണ വലുതെങ്കിൽ ആ തിന്മയുടെ കാന്തിക ശക്തിയും എത്ര വലുതായിരിക്കും. അപ്പകഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. യേശുവിൽ നിന്ന് അകലുമ്പോൾ ഒരുവന്റെ ജീവിതം രാത്രിയാകുന്നു, ഇരുട്ടാകുന്നു. യേശുവില്ലാത്ത ജീവിതം ഇരുട്ട്. ഇതേ ഇരുട്ടിലേക്ക് മിടുക്കനായിരുന്ന പത്രോസും ഒരു നിമിഷം പോകുന്നുണ്ട്, ഗുരുവിനെ സൗകര്യപൂർവ്വം തള്ളി പറഞ്ഞുകൊണ്ട്. അതും 3 തവണ, കോഴി കൂവുന്നതുവരെ. മനുഷ്യ ജീവിതത്തിന്റെ ബലഹീനതകളാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത്. ദൈവത്തിരു